നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് മധ്യപ്രദേശിലും രാജസ്ഥാനിലും മുന്നേറ്റം ലഭിക്കും എന്ന വ്യക്തമായ സൂചനകളാണ് വരുന്നത്. മധ്യപ്രദേശിൽ 29 സീറ്റുകളും രാജസ്ഥാനിൽ 25 സീറ്റുകളും ആണ് ഉള്ളത്. മൊത്തത്തിൽ 54 ലോക്സഭാ സീറ്റുകൾ. ഈ രണ്ട് മേഖലകളിലും കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ ആധിപത്യമായിരുന്നു. അതിൽ രാജസ്ഥാനിൽ കേവല ഭൂരിപക്ഷം നേടിയപ്പോൾ മധ്യപ്രദേശിൽ 2/3 ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് വന്നു. മോഹൻ യാദവ് മുഖ്യമന്ത്രിയുമായി. ശിവരാജ് സിംഗ് ചൗഹാന്റെ പരമ്പരാഗതമായ രാഷ്ട്രീയ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്രം കൃത്യമായ ഇടപെടൽ നടത്തിയത്. എന്നാൽ ഇക്കുറി ശിവരാജ് സിംഗ് ചൗഹാനെ കേന്ദ്രമന്ത്രിയാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയായി കാണണം എന്ന ആഗ്രഹമാണുള്ളത്. അത്തരത്തിലുള്ള പടലപ്പിണക്കവും സംശയങ്ങളും ഒക്കെ അവിടെ ബാക്കി നിൽക്കുകയാണ്. രാജസ്ഥാനിൽ വസുന്ധര രാജയുടെ മകൻ ദുഷ്യന്ത് മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് പൂർണ്ണമായ തൃപ്തിയില്ല. തൻ്റെ അമ്മയെ മുഖ്യമന്ത്രിയാക്കാത്തതിൽ കേന്ദ്രത്തോട് വിമുഖത നിരവധി തവണ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വ്യക്തമാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം എടുത്തതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളും വളരെ സ്പഷ്ടമാണ്. രാജസ്ഥാനിൽ ഇക്കുറി വലിയ മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് PCC അധ്യക്ഷനും പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും അതിശക്തമായി തന്നെ നേതൃത്വത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന് വാക്കും കൊടുത്തു. എല്ലാവിധത്തിലുള്ള മുന്നേറ്റത്തിനും അവർ കൂടെ നിൽക്കും എന്നുള്ള ഉറപ്പും. സുനിൽ കനഗോലുവിൻ്റെ രാഷ്ട്രീയപരമായ ചില ഇടപെടലുകൾ അത് മധ്യപ്രദേശിൽ സംഭവിക്കാതിരുന്നത് വലിയ തിരിച്ചടിയായി പോയി എന്ന തിരിച്ചറിവ് കമൽനാഥിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കുറി കനഗോലുവിൻ്റെ എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ പ്ലാനുകളും മധ്യപ്രദേശിൽ നടപ്പിലാക്കാൻ കമൽനാഥ് തന്നെ സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനഗോലുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയപരമായി ഒറ്റയ്ക്ക് നീങ്ങാം എന്ന് വിചാരിച്ച കമൽനാഥിന് അടിതെറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശിവരാജ് സിംഗ് ചൗഹാനെതിരെയുള്ള ഒരു വലിയ വിജയമായിരുന്നു 2018 കോൺഗ്രസ് നേടിയതെങ്കിൽ ആ ഒരു വിജയത്തിൻ്റെ തനി ആവർത്തനം നടത്താനോ ഒന്നും തന്നെ കഴിഞ്ഞില്ല. ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിലേക്ക് എത്തിയ പക്ഷം തന്നെ BJP അവിടെ സ്കോർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത്തരത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും BJP വീണ്ടും ആധിപത്യം നേടുകയും സമ്പൂർണ്ണമായി പിടിമുറുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഈ രണ്ട് മേഖലകളിലും കോൺഗ്രസ് തിരിച്ചു വരിക എന്നുള്ളത് അഭിമാനാർഹമായിട്ടുള്ള ഒരു വിഷയമാണ്. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. വോട്ട് ഷെയറിൽ കുത്തനെയുള്ള കുറവ് മധ്യപ്രദേശിൽ മാത്രമാണ് സംഭവിച്ചത്. രാജസ്ഥാനിൽ ഒപ്പത്തിനൊപ്പം എന്ന രീതിയിൽ തന്നെയാണ് നിയമസഭയിലെ ട്രെൻഡും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ തിരികെ നേടിയെടുക്കുക അസംഭവ്യമല്ല. എന്നാൽ മധ്യപ്രദേശിൻ്റെ സമസ്ത മേഖലകളിലും ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. കഴിഞ്ഞ തവണ നേടിയ വോട്ട് ഷെയറിൽ നിന്നും കുറഞ്ഞത് 6% വർദ്ധിച്ചാൽ മാത്രമേ കോൺഗ്രസിന് 10-ൽ കൂടുതൽ നിയമസഭാ സീറ്റുകൾ മധ്യപ്രദേശിൽ നിന്ന് നേടാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ തവണ ആകെ ചിന്ദ്വാര സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നിലനിർത്താനായത്. രാജസ്ഥാനിലാകട്ടെ ഒരു സീറ്റ് പോലും ജയിക്കാനും കഴിഞ്ഞില്ല. ഈ രണ്ട് മേഖലകളിൽ നിന്നും കുറഞ്ഞത് 20 സീറ്റ് എന്ന പ്രതീക്ഷയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം നീങ്ങുന്നത്.